റെസിപ്പി എന്ന് വെച്ചാൽ മസാല ദോശയാണ്. അതിൻ്റെ ആ പൊട്ടറ്റോ മസാല എങ്ങനെ ഉണ്ടാക്കുന്നത് അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയാലോ എങ്ങനെയാണ്. പൊട്ടറ്റോ മസാല തയ്യാറാക്കാൻ വേണ്ടി കടായിലേക്ക് ഓയിൽ ഒഴിച്ച് അതിലേക്ക് കടുകും ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് പൊട്ടിക്കണം. അതിനുശേഷം 4 ചുമന്ന മുളകും പച്ചമുളകും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റുക. പച്ചമുളകൊന്ന് വാടി വരുന്ന സമയം ഇതിലേക്ക് 1 സബോള ചെറുതായി സ്ലൈസ് ചെയ്തതും അതുപോലെ തന്നെ 1 ക്യാരറ്റ് ചെറുതായി കനം കുറച്ച് അരിഞ്ഞതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം സബോള ഒന്ന് വാടുന്ന വരെ ഒന്ന് വഴറ്റുക. ഒരാളുടെ കളർ ഒന്ന് മാറി വരുന്ന സമയം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിക്കുക. മസാല ഒന്ന് മൂത്ത് വരുന്ന സമയം ഇതിലേക്ക് അല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഉടച്ചെടുത്ത് നമ്മുടെ മസാല കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. അടുത്തതായി ഈ മസാലയിലേക്ക് അല്പം കായപ്പൊടിയും ചെറുതായി കൊത്തി അരിഞ്ഞു വെച്ചേക്കുന്ന മല്ലി ഇലയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കുക. നമ്മുടെ മസാലയിലെ വെള്ളം പറ്റി ഏകദേശം നല്ല ഡ്രൈ പരുവമാകുന്ന വരെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മസാല ഏകദേശം നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ദോശക്കല്ലിൽ നല്ല കിടുക്കൻ ഒരു ദോശ ചുട്ടെടുത്ത് അതിലേക്ക് അല്പം മസാല പരത്തി കൊടുത്തു കഴിഞ്ഞാൽ കിടിലൊരു മസാല ദോശ റെഡിയായി നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ മസാല ദോശയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പി നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രം ഷെഫ് ലിഷൻ.